കീക്കോ, നീ ഇപ്പൊ ചെയ്ത കാര്യത്തെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കില് അൺബിലീവബിൾ. യെസ് ബ്രോ, ശരിക്കും നീ ഒരു കലക്കി കളഞ്ഞു. എനിക്ക് തോന്നുന്നത് നീ ആ റോഡിനൊപ്പം നിന്റെ ഫൈറ്റിംഗ് സ്കിൽ മിക്സ് ചെയ്ത് ഏതൊരു ആയുധത്തെയും എതിർത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സൂപ്പർ സ്പീഡോ, ഞാനും അതിനു വേണ്ടി തന്നെയാ പ്രാക്ടീസ് ചെയ്യുന്നേ. ഈ റോഡ് അൺബ്രേക്കബിളാ, അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും എനിക്ക് ഈ റോഡ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. എന്റെ ദൈവമേ, കീക്കോ ഇവിടെ വളരെ സോളിഡ് ആയ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. കീക്കോ ഇങ്ങനെ ചാടി കളിക്കുന്നതൊക്കെ കാണുമ്പോ എന്റെ വയറ്റിന്റെ അകത്ത് എലികളെ ചാടി കളിക്കാൻ തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞാനിപ്പോ കുറച്ച് കഴിച്ചോട്ടെ. ജറ്റ്പെറ്റ് സർ, നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? അതായത് നിങ്ങൾ വണ്ടി സ്ലോ ആയിട്ട് ഓടിക്കുന്ന പോലെ തോന്നുന്നില്ലേ? വാതിൽ മുട്ടുന്ന ശബ്ദത്തിന് ഖട്ട് എന്ന് പറയും. ഉറുമ്പിനേക്കാൾ വളരെ സ്ലോ ആയി വണ്ടി ഓടിക്കുന്നവരെ അവനെ ഡിറ്റക്റ്റീവ് ചട്ട്പെട്ട് എന്ന് പറയും. കാലക്കി സർ, എന്തൊരു പഞ്ച് ഡയലോഗായി പറഞ്ഞത്. ഞാനത് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സർ. അപകടം വരുമ്പോ വായും പിടിച്ച് നിൽക്കുന്നത്. ചെയ്യേണ്ട കാര്യം ഉടൻ തന്നെ ചെയ്യണം. എനിക്ക് മനസ്സിലായി സർ. അതായത് നിങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ആർസവിന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. സൺസിറ്റിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വേഗം പോ സൂപ്പർ സ്പീഡോ. ഡോണ്ട് വറി ബഡി, നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ സൺസിറ്റിക്ക് എന്തെങ്കിലും ഒരു അപകടം വന്ന് കാണും. പക്ഷേ അത് ഒരുപാട് നേരത്തേക്കൊന്നും നീണ്ടു നിൽക്കില്ല. എത്ര ധൈര്യമുണ്ടെങ്കിൽ ചട്ട്പെട്ടിന്റെ കാർ ഇങ്ങനെ ഡാമേജ് ആക്കും. നീ മര്യാദക്ക് എന്റെ മുൻപിൽ വന്ന് നിൽക്കടാ. ഞാൻ ആക്ഷൻ എടുത്താലേ പിന്നെ ഒരിക്കലും നിനക്ക് കണ്ണാടിയിൽ മുഖം കാണാൻ പറ്റില്ല. ചട്ട്പെട്ട് അങ്കിൾ, എന്താ പറ്റിയത്? ഈ ബോൾ എവിടുന്നാ വന്നത്? ഞാൻ ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ലെഫ്റ്റ് റൈറ്റ് കട്ട് ചെയ്ത് പോകായിരുന്നു. സിഗ്നൽ പോലും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഉറുമ്പിനേക്കാളും സ്ലോ ആയാ ഞാൻ പോയത്. ഷെടാ ജറ്റ്പെട്ട് അങ്കിൾ, നിങ്ങൾ ഇത് വിട്ടേക്ക്. ജൂനിയർ അങ്കിൾ, നിങ്ങൾ പറയൂ. അതായത് എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഞങ്ങള് രണ്ടുപേരും ഈ കാറിൽ വന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് റോഡില് ഈ കാണുന്ന വലിയ ബോൾ ഉരുണ്ടു വരികയായിരുന്നു. അപ്പൊ ജറ്റ്പെട്ട് സാറിന്റെ കാറ് അതിലിടിച്ച് ഡാമേജ് ആയി. ഷടാ, ഓപ്പൺ റോഡിൽ പെട്ടെന്ന് എങ്ങനെയാ ഇതുപോലെയുള്ള ബോൾസ് വരുന്നത്? സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 35 അപ്ലൈ ചെയ്യ്. ഈ ബോൾ ഒന്ന് സ്കാൻ ചെയ്യ്. തീർച്ചയായും ബഡി, ഉടനെ ചെയ്തേക്കാം. ആക്ടിവേറ്റിംഗ് ഫോർമുല 35. അയ്യോ മേരെ, ഇത് കണ്ടോ? ഇത് എന്റെ അച്ഛന്റെ മുത്തച്ഛന്റെ കാലത്തുള്ള കാറാ. പക്ഷെ ഇതിന്റെ സ്പീഡ് കണ്ടോ എങ്ങനെ പോകുന്നതെന്ന്. ഇതൊന്നും ഒന്നുമില്ലെന്നേ. എന്റെ അപ്പൂപ്പന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ കാറാണിത്. അതിനേക്കാളും ഭയങ്കര സ്പീഡായിട്ടല്ലേ ഓടുന്നത്. എനിക്ക് പിച്ചിമ്പയും പറയുന്ന ഒന്ന് നിർത്തിക്കൂടേടോ. ഞാൻ പിച്ചിമ്പയൊന്നും പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ കാറും പപ്പടം പോലെ പൊടിഞ്ഞു പോവും. അല്ല മേരെ, തനിക്കിങ്ങനെ കാറ് ഡാമേജ് ആക്കുന്ന വലിയ ഇഷ്ടമാണോ? എന്നാ പിന്നെ തന്റെ കാറിനെ കുറിച്ച് മാത്രം പറഞ്ഞാ പോരായിരുന്നുള്ളൂ. എന്റെ കാറിന്റെ കാര്യം കൂടെ എന്തിനാ ചേർത്ത് പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞതുപോലെ ബലിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് പോട്ട് വിട്ടേക്കൂ, നമുക്ക് കീക്കോന്റെ അടുത്തേക്ക് ചെല്ലാം. സൂപ്പർ സ്പീഡോ, നീ ഇത്രയും നേരമായിട്ട് എന്താണ് സ്കാൻ ചെയ്തോണ്ടിരിക്കുന്നത്? ഈക്കോ, ഈ മെറ്റൽ വളരെ ഡിഫറന്റ് ആണ്. ഞാൻ സ്കാൻ ചെയ്തതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ബോൾ വളരെ സ്ട്രോങ് ആൻഡ് സോളിഡ് മെറ്റീരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ ഒരു മിസൈലിനും റോക്കറ്റിനും ഇതിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഉരുണ്ടോടുമ്പോൾ എതിരെ ഏത് വാഹനം വന്നാലും ശരി, അതിനെ പപ്പടം പോലെ തകർത്ത് കളയും. അയ്യോ പപ്പട അല്ലടോ,
ചിന്ന ഭിന്നം എന്ന് പറ ചിന്ന ഭിന്നമായി ചേതറിപ്പോയി. എന്താ എന്താ പറ്റിയത് ടെമ്പോ അണ്ണ? നിങ്ങളും മേരങ്കളും എന്തിനാ ഇത്രയധികം ടെൻഷൻ ആവുന്നേ? ഈഷ് കിക്കോ, ഞാനും ടെമ്പോ അണ്ണനും ഞങ്ങളുടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എതിരില് വലിയ വലിയ രാക്ഷസ മെറ്റാലിക് ബോൾ ഉരുണ്ടോടിയെത്തി. എന്നിട്ട് ഞങ്ങളുടെ വണ്ടികളെ ചിന്നാഭിന്നമായി തകർത്ത് കളഞ്ഞു. ഈഷ് മമ്മി, ആ ബോൾസും കാണാൻ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ? ആ ബോൾസ് എവിടുന്ന വന്നെന്ന് കണ്ടായിരുന്നോ? അത് ഞങ്ങൾ കണ്ടില്ല. ആ 2 ബോൾസും പെട്ടെന്ന് ആകാശത്തുനിന്ന് പറന്നു വന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് ഒരു മാജിക് പോലെയായിരുന്നു. സൂപ്പർ സ്പീഡോ, ഈ ബോൾസ് എവിടുന്ന വന്നെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അത് കണ്ടെത്താൻ എനിക്ക് കുറച്ച് സമയം പിടിക്കും. ഈ മെറ്റാലിക് ബോൾസിന്റെ സംഭവത്തിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. അതിനൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മിസ്റ്ററി. സാധാരണ മിസ്റ്ററി അല്ല, വളരെ വലിയ മിസ്റ്ററി, വലിയ മിസ്റ്ററി. എനിക്ക് തോന്നുന്നത് ഈ മെറ്റാലിക് ബോൾസ് അയച്ചവര് ഇവിടെ എവിടെയെങ്കിലും അടുത്ത് തന്നെ ഉണ്ടായിരിക്കുമെന്നാ. ഒരുപാട് നേരമായിട്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം തോന്നുന്നല്ലോ. ഇവൻ എന്താണ്, മൊബൈൽ ക്ലോക്ക് ഷോപ്പ് ആണോ? ഇംഗ്ലീഷിൽ ടിക്ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. ചുമ്മാ കലബിലാൻ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ ഈ മെറ്റാലിക് ബൗൺസിന്റെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ ഞാൻ ചോദിക്കുന്ന പൈസ തന്നേ പറ്റൂ. അതും ടൈം വേസ്റ്റ് ചെയ്യാതെ തരണം. യു സീ, ടൈം ഈസ് മണി. നോക്ക് ടിക് ടിക്, ഇങ്ങനെ ജനങ്ങളെ പേടിപ്പിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർബന്ധിച്ച് പണം അടിച്ചു മാറ്റുന്നത് വളരെ വലിയ തെറ്റാ. പ്ലീസ് അങ്ങനെ ചെയ്യരുത്. ഈക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. നീ എനിക്കിങ്ങനെ ലെക്ചർ തരുന്ന വിട്ടിട്ട് ഞാൻ ചോദിച്ച കാശ് തരാൻ നോക്ക്. ഇംഗ്ലീഷിൽ ടിക്ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. ചുമ്മാ കലബിലാൻ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരുപക്ഷെ നീ ചോദിച്ച കാശ് ഞങ്ങൾ തന്നില്ലെങ്കിലോ? ഇത് ചോദ്യം ചോദിക്കാനുള്ള സമയമല്ല. അതിന് പകരം എന്റെ ഓർഡേഴ്സ് അനുസരിക്ക്. ഇംഗ്ലീഷിൽ ടിക്ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. ഞാൻ ചോദിച്ച കാശ് എനിക്ക് തന്നാൽ ഞാൻ അങ്ങ് പൊക്കോളാം. ഇതിൽ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞ അങ്ങ് ചെയ്യ്. അല്ലെങ്കിൽ ഇനിയും കുറച്ച് സമയത്തിനകം ടോട്ടൽ സൺസിറ്റിയും ചിന്താഭിന്നമായി ചിതറിപ്പോകും. മേരങ്കിൾ, ഈ ബോൾ ഡോക്ടർ ആവിഷ്കാർ അങ്കിളിന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലേ. അദ്ദേഹത്തോടെ ഈ ബോൾ ഫുൾ ആൻഡ് ഫുൾ ചെക്ക് ചെയ്യാൻ പറയേ. അതിനിടയ്ക്ക് ഞാനും സൂപ്പർ സ്പീഡോയും ടിക് ടിക്കിനെ പിടിക്കാൻ ട്രൈ ചെയ്യാം. വാ പോകാം സൂപ്പർ സ്പീഡോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 57. യെസ് കീക്കോ, നീ നോക്കിക്കോ. ഞാൻ ഫോർമുല നമ്പർ 57 ആക്ടിവേറ്റ് ചെയ്തിട്ട് ടിക് ടിക്കിന്റെ ഡയലിനെയും ബോളിനെയും ആകാശത്തേക്ക് പറത്തും. എന്നിട്ട് എടുത്തിട്ട് പന്താടും. നോക്കിക്കോ. കീക്കോ, ടിക് ടിക്കിന് നേർക്ക് ഞാൻ ചെയ്ത അറ്റാക്ക് എല്ലാം വേസ്റ്റ് ആയി പോയി. ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റൂ. ശരിയാണ് സൂപ്പർ സ്പീഡോ, നമുക്ക് ഫോർമുല നമ്പർ 276 അപ്ലൈ ചെയ്താലോ? ഒരുപക്ഷെ ടിക് ടിക് നമ്മുടെ കൺട്രോളിൽ എത്തിയാലോ? യെസ് ബ്രോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 276. ഇംഗ്ലീഷിൽ ടിക്ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. എന്റെ ഈ ക്ലോക്ക് വെച്ച് നിങ്ങളെ ഞാൻ ഒരു വഴിയാക്കാതെ വിടില്ല. ഓ, ടിക് ടിക് ചെറിയ ചെറിയ ക്ലോക്ക് വെച്ച് നമ്മുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുകയാണ്. നീ വേണേ നോക്കിക്കോ കീക്കോ. ഞാൻ ഈ ക്ലോക്സിനെ എല്ലാം ചിന്ന ഭിന്നമാക്കുന്നത് നോക്കിക്കോ.
ഗുഡ് മോർണിംഗ് ഡോക്ടർ ആവിഷ്കാർ സേൻ അങ്കിൾ. ഈ ബോളിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അങ്കിളിന് കിട്ടിയോ? ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. നമുക്ക് കുറച്ചു നേരം ഈ ഫുട്ബോൾ വെച്ച് കളിക്കാം. പക്ഷെ ഡോക്ടർ അങ്കിൾ, അതൊന്നും ഫുട്ബോൾ അല്ല, അത് മെറ്റാലിക് ബോൾസ് ആണ്. ഇത് ചെക്ക് ചെയ്ത ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് കൊടുത്തയച്ചത്. ഷെടാ, ഓർമ്മയുണ്ട്, എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. എനിക്ക് മറന്നുപോകുന്ന രോഗമൊന്നുമില്ല. ഞാൻ ഈ ബോൾ മൊത്തം നല്ലോണം ചെക്ക് ചെയ്ത് കഴിഞ്ഞു, ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് സാധാരണ ബോളൊന്നും അല്ല, ഇതൊരു എക്സ്പാൻഡിങ് ബോൾ ആണ്. ആദ്യം ഈ ബോൾ വളരെ ചെറുതായിരിക്കും. ആ ചെറിയ ബോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വലുതാകും. പക്ഷേ ഈ ബോൾ ഏതെങ്കിലും ഹാർഡായ സാധനത്തിൽ ഇടിച്ചു കഴിഞ്ഞാൽ, അതായത് റോഡ്, കാർ, ബിൽഡിംഗ്, അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ അങ്ങ് വലിയ സൈസ് ആകും, എക്സ്പാൻഡ് ആകും. പക്ഷേ ബോൾസ് ഒക്കെ എവിടുന്നാ വരുന്നത്? അതാണിപ്പോ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഈഷ്, മമ്മി, കഴിഞ്ഞ 2 മണിക്കൂറിനകം 2 പ്രാവശ്യം അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ആ ടിക് ടിക് പറഞ്ഞതനുസരിച്ച് അവൻ ഡിമാൻഡ് ചെയ്ത കാശങ്ങ് കൊടുത്തേക്കാം. വേണ്ട മേയർ അങ്കിൾ, അങ്ങനെ ചെയ്താൽ റോങ് വിജയിക്കും, റൈറ്റ് തോറ്റുപോകും. ഞാനിപ്പോ എന്താ ആലോചിക്കുന്നെന്നറിയോ? ഇന്ന് സംഭവിച്ച അറ്റാക്ക് ഇല്ലേ, അതായത് ഫസ്റ്റ് അറ്റാക്ക്, അത് കൃത്യം 1 മണിക്കാണ് സംഭവിച്ചത്. അപ്പോഴാണ് 1 ബോൾ അറ്റാക്ക് ചെയ്തത്. പിന്നെ 2 മണിക്ക് 2 ബോൾസ് അറ്റാക്ക് ചെയ്തു. പിന്നെ ഇപ്പൊ സമയം 3 ആവാൻ പോവാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ കൃത്യം 3 മണിക്ക് 3 ബോൾസ് പുറത്തേക്ക് വരും. ഇതായിരിക്കും ഒരേ ഒരു ചാൻസ് ഈ ബോൾസ് എവിടുന്നാണ് പുറത്തേക്ക് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ. കീക്കോ, ഞാൻ ഫോർമുല 423 ആക്ടിവേറ്റ് ചെയ്തിട്ട് സൺസിറ്റിയുടെ റോഡുകളിൽ വെച്ചിരിക്കുന്ന എല്ലാ CCTV ക്യാമറയും എന്റെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എപ്പോ വേണേലും ഫുട്ടേജസ് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചില സെക്കൻഡ്സിൽ മണി 3 ആവും. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത്തവണ 3 ബോൾസ് അറ്റാക്ക് ചെയ്യും. എന്റെ ദൈവമേ, ഏറ്റവും വലിയ 3 മെറ്റാലിക് ബോൾസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിലൊന്നും ആരുമില്ല, അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിംഗിലും ആരുമില്ല. പക്ഷേ ആ ബ്രിഡ്ജിൽ ഒരുപാട് പേര് നിൽപ്പുണ്ട്. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം ഫോർമുല നമ്പർ 367 ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ ബോൾസ് തടയേ. യെസ് ബ്രോ, അപ്ലൈയിങ് ഫോർമുല 367. കീക്കോ, നീ പറഞ്ഞത് ശരിയാണ്. ബോൾസിന്റെ ഈ അറ്റാക്ക് ഓരോ മണിക്കൂറിൽ സംഭവിക്കുന്നു. ഓരോരോ മണിക്കൂറും ബോൾസിന്റെ കൗണ്ടും കൂടി കൂടി വരികയാണ്. മമ്മി, ഞങ്ങളെല്ലാവരും ഈ ഹെവി ബോൾസിന്റെ അറ്റാക്സിൽ നിന്ന് രക്ഷിക്കൂ. ഈ ബോൾസ് വീണ്ടും പെട്ടെന്ന് വന്നിരിക്കുകയാണ്. സൂപ്പർ സ്പീഡോ 423. ഓക്കെ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല 423. എന്നുവെച്ചാൽ ഡോക്ടർ ആവിഷ്കാർ സെൻ പറഞ്ഞ കാര്യം ശരിയാണ്. ഇപ്പൊ നമുക്ക് നോക്കാം ഈ ബോൾസ് എവിടുന്ന വന്നെന്ന് നോക്കാം. ഓ നോ, എന്നുവെച്ചാൽ ഈ ബോൾസ് ആ ക്ലോക്ക് ടവറിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ബുള്ളറ്റ് പോലെ താഴെ വന്ന് വീണതും വലുതായി മാറുകയാണ്. സൂപ്പർ സ്പീഡോ, നീ ഇവിടെ തന്നെ നിന്ന് വാച്ച് ചെയ്തോണ്ടിരിക്കെ, ഞാൻ അകത്ത് പോട്ടെ.
ആ പിന്നെ ഒരു കാര്യം ഓർക്കണം, ഇനി ആ ക്ലോക്ക് ടവറിൽ നിന്ന് ഒരു ബോളെങ്കിലും പുറത്തേക്ക് വന്നാൽ അപ്പൊ തന്നെ ഫോർമുല നമ്പർ 16 ആക്ടിവേറ്റ് ചെയ്യേ. ഡോണ്ട് വറി കീക്കോ, ഞാൻ ഫോർമുല 16 ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ ചെറിയ ബോൾസിനെ കോട്ടൺ നെറ്റിൽ ട്രാപ്പ് ചെയ്തേക്കാം. അപ്പോൾ അത് കഠിനമായ സാധനങ്ങൾ ചെന്നിടിക്കില്ല, മാത്രമല്ല എക്സ്പാൻഡ് ആവുകയുമില്ല. 4 മണിയാവുന്നതിന് മുമ്പ് ഞാൻ ആ ക്ലോക്ക് ടവറിൽ ചെന്ന് അത് തടഞ്ഞു നിർത്തിയേ പറ്റൂ. എനിക്കറിയാം കീക്കോ, നീയും സൂപ്പർ സ്പീഡോയും ചേർന്ന് ആ ക്ലോക്ക് ടവറിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ അധികം സമയം എടുക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിനക്കായിട്ട് സൂപ്പറായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ആ ക്ലോക്കിന്റെ അകത്തുനിന്ന് കാല് കുത്തുന്ന സമയത്ത് തന്നെ അതോടെ നിന്റെ ലൈഫ് അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചെല്ലും. ഇംഗ്ലീഷിൽ ടിക് ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. ഇങ്ങനെ കലവിലാൻ സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. മണി 4 ആവാൻ പോവാണ്. ഞാൻ ഉടനെ ഈ ക്ലോക്ക് സ്റ്റോപ്പ് ചെയ്യണം. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 17. ഓക്കെ കീക്കോ. കീക്കോ ക്ലോക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവന്റെ അവസാനത്തെ തേടി അവൻ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ ടിക് ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. ഇന്ന് ഞാൻ കീക്കോയിനെയും സൂപ്പർ സ്പീഡോയിനെയും താവിട് പൊടിയാക്കാതെ വിടില്ല. എത്ര നേരത്തേക്ക് നീ എന്റെ ആക്രമണത്തിൽ നിന്ന് ഈ സൺ സിറ്റിയെ രക്ഷിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാൻ ഓരോ മണിക്കൂർ വെച്ചല്ല, ഓരോ സെക്കൻഡ് വെച്ചാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ആ ക്ലോക്കിന്റെ 2 മുള്ളും ഒന്നിച്ചു ചേർന്ന് 12 മണിക്ക് വന്ന് നിൽക്കുമ്പോ ഈ ക്ലോക്കിൽ നിന്ന് എണ്ണിലടങ്ങാത്ത മെറ്റൽ ബോൾസ് പുറത്തേക്ക് വരും. നോക്കിക്കോ, അത് എക്സ്പാൻഡ് ആകും. പിന്നെ സൺ സിറ്റിയുടെ പേര് വേൾഡ് മാപ്പിൽ നിന്ന് കാണാതെ പോകും. നോക്കിക്കോ,
ഇംഗ്ലീഷിൽ ടിക്ടോക്ക്, മലയാളത്തിൽ ടിക് ടിക്. മൊത്ത സൺ സിറ്റിയും നശിപ്പിക്കാതെ ഞാൻ വിടില്ല, നോക്കിക്കോ. വേറെ ഒരു വഴിയില്ല. ഞാനിപ്പോ എന്റെ സൂപ്പർ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. ഓരോ ക്ലോക്കിൽ നിന്നും കേൾക്കുന്ന ടിക് ടിക് ടക് ടക് സൗണ്ട് കുറച്ചുകൂടെ നന്നാക്കി വെക്കാനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്ന് വെച്ചാൽ സാർ ചുരുക്കത്തിൽ പറയുന്നത് യു ആർ അണ്ടർ അറസ്റ്റ്.